ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വന്നിട്ട് പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്ലിക്കേഷന്റെ കൂടെ പ്രീമിയം വാങ്ങിക്കാം, അലോട്ട്മെന്റിന്റെ കൂടെ പ്രീമിയം വാങ്ങിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതറിയാലോ അല്ലേ. അപ്ലിക്കേഷന്റെ കൂടെ പ്രീമിയം വാങ്ങുന്ന സമയത്ത് എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ ഉള്ളത് അതിന്റെ കൂടെയാണ് സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം എന്നുള്ളത് എഴുതി കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ എൻട്രി എന്താ വരിക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. കാരണം അപ്ലിക്കേഷന്റെ കൂടെയല്ലേ പ്രീമിയം വാങ്ങണത്. അപ്പൊ അപ്ലിക്കേഷന്റെ എൻട്രിയിൽ എവിടെയാണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത് നോക്കുക, അതിന്റെ ഒപ്പം വേണം സെക്യൂരിറ്റി പ്രീമിയം എഴുതാൻ. ഇനി എങ്ങാനും അലോട്ട്മെന്റിന്റെ സ്റ്റേജിലാണ് വാങ്ങണമെങ്കിലോ, അലോട്ട്മെന്റിന്റെ മൂന്നാമത്തെ മൊത്തത്തിലുള്ള മൂന്നാമത്തെ എൻട്രി അലോട്ട്മെന്റിന്റെ ആദ്യത്തെ എൻട്രി, അതിലാണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ? ടു സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ടു ഷെയർ പ്രീമിയം എന്ന് എഴുതി കാണിക്കാൻ. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പറഞ്ഞു. ഇനി അതിന്റെ പ്രോബ്ലം പാർട്ട് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോ സ്ക്രീനിൽ കാണുന്ന ചോദ്യമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ജൂപ്പിറ്റർ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 35,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആറ്റ് എ പ്രീമിയം ഓഫ് ₹2. അപ്പോ 35,000 ഇക്വിറ്റി ഷെയർ ആണ് പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഷെയറിന്റെ വില 10 രൂപ. ഒപ്പം എന്തും കൂടി വാങ്ങുന്നുണ്ട്? പ്രീമിയം വാങ്ങുന്നുണ്ട്. പ്രീമിയം എത്രയാ വാങ്ങണത്? 2 രൂപ. അപ്പൊ 10 + 2 മൊത്തത്തിൽ വാങ്ങണത് എത്രയാ? 12 രൂപ കേട്ടോ. അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ. അപ്ലിക്കേഷൻ ആയിട്ട് വാങ്ങണത് 3 രൂപ. അലോട്ട്മെന്റ് ആയിട്ട് വാങ്ങണതോ 5 രൂപ. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന്. അപ്പൊ അലോട്ട്മെന്റിന്റെ കൂടെയാണ് എന്തുള്ളത്? പ്രീമിയം ഉള്ളത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം വാങ്ങിക്കുക. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരണ്ട. ക്ലിയർ ആണോ? ഒന്നുമേ പറഞ്ഞിട്ടില്ലെങ്കിലും അലോട്ട്മെന്റിന്റെ കൂടെയാണ് എന്ത് വാങ്ങിക്കുക? പ്രീമിയം വാങ്ങിക്കുക കേട്ടോ. ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം കൂടി ആഡ് ചെയ്താൽ 12 വരണം. 3 രൂപ അപ്ലിക്കേഷൻ, 5 രൂപ മൊത്തത്തിൽ അലോട്ട്മെന്റ്. അപ്പൊ ഇപ്പൊ തന്നെ 8 രൂപയായി. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ എത്ര രൂപയാ വാങ്ങിക്കുക? 4. അപ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. ഈ അലോട്ട്മെന്റിനെ സ്പ്ലിറ്റ് ചെയ്താലോ നമുക്ക്? അലോട്ട്മെന്റിൽ എന്തുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രീമിയം. പ്രീമിയത്തിന്റെ രൂപ എത്രയാ? 2 രൂപ. അപ്പൊ അലോട്ട്മെന്റിന്റെ ഒറിജിനൽ രൂപ എത്രയായിരിക്കും? 3 + 2. ഇങ്ങനെയല്ലേ വരിക. അപ്പൊ അപ്ലിക്കേഷൻ 3, അലോട്ട്മെന്റ് 3, ഒറിജിനൽ മൊത്തം 6. 6 + 4 ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 10. ഒറിജിനൽ മാത്രം ആഡ് ചെയ്താ 10 രൂപ കിട്ടണം. ടോട്ടൽ ആയിട്ട് ആഡ് ചെയ്താ 12 രൂപ കിട്ടണം. ഇതാണ് സംഭവം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ ഇഷ്യൂ വാസ് ഫുള്ളി സബ്സ്ക്രൈബ്. എല്ലാരും എല്ലാം തന്നു, ആരും അരിയർ ഒന്നും വരുത്തിയിട്ടില്ല. ഇതിനെ ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. നമ്മൾ എന്തിനാ വെറുതെ വൈകിക്കുന്നത്? ആൻസറിലോട്ട് പോവാം. സോ ഇൻ ദ ബുക്സ് ഓഫ് ജൂപ്പിറ്റർ കമ്പനി ലിമിറ്റഡ് ജേർണൽ, വൃത്തിക്ക് ഡേറ്റ്, പർട്ടിക്കുലർ, LF കോളം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കോളം ഒക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എത്രയാ വാങ്ങണത്? 3. മൊത്തം എത്ര ഷെയറാ പബ്ലിക്കിന് കൊടുത്തത്? 35,000 ഷെയർ. അപ്പൊ ആദ്യത്തെ ജേർണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ എന്താ വരിക? 35,000 × 3 മൊത്തം 1,05,000, 1,05,000 കേട്ടോ. ഇനി കാരണം അതിൽ പ്രീമിയം ഒന്നും ഇല്ലല്ലോ, 3 രൂപയല്ലേ വാങ്ങുള്ളൂ. ഇനി രണ്ടാമത്തത്, ആ കിട്ടിയ അപ്ലിക്കേഷനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എവിടെയാണോ ഷെയർ വരുന്നത് അതിന്റെ കൂടെ ഇക്വിറ്റി എന്നുള്ള വേർഡ് എന്തായാലും കൊടുക്കുക മാക്സിമം. നമ്മൾ പെർഫെക്റ്റ് ആവുക. ക്ലിയർ ആണോ? അപ്പൊ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. 35,000ന്റെ എത്രയാ? 3 രൂപ. അങ്ങനെ 1,05,000, 1,05,000. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നോർമലി വരുന്ന അലോട്ട്മെന്റ് എൻട്രി എന്താ? ഡ്യൂ ആവണ എൻട്രി എന്താ? ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. കാരണം അലോട്ട്മെന്റിന്റെ കൂടെയാ പ്രീമിയം വാങ്ങണത്. അങ്ങനെയല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കണം. നോക്കൂ, ദാ 5 രൂപ വാങ്ങുന്നുണ്ട്. അതിൽ എന്തുണ്ട് എന്നാ പറഞ്ഞിരിക്കണേ? പ്രീമിയം ഉണ്ട് എന്നാ പറയണത്. അപ്പൊ സ്വാഭാവികമായിട്ടും 3 രൂപ അലോട്ട്മെന്റ്, 2 രൂപ പ്രീമിയം. അപ്പൊ മൊത്തം 5 രൂപ ഞാൻ വാങ്ങണം. 35,000 ഷെയറിന് 5 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1,75,000 രൂപ ഞാൻ അലോട്ട്മെന്റിൽ വാങ്ങണം. അതിൽ ക്യാപിറ്റൽ ആയിട്ട് എനിക്ക് വേണ്ടത് ഹോൾട്ട്. എപ്പോഴും ഷെയർ ക്യാപിറ്റലില് ഒറിജിനൽ എമൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. എപ്പോഴും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലോ ഒറിജിനൽ എമൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അലോട്ട്മെന്റിന്റെ ഒറിജിനൽ എമൗണ്ട് എത്രയുണ്ട്? 3 രൂപ. അതല്ലേ സത്യം. അപ്പൊ 35,000ന് 3 രൂപ പറഞ്ഞാൽ 1,05,000 രൂപ മതി നമുക്ക്. അപ്പൊ എക്സ്ട്രാ വാങ്ങണ 70,000 എന്ന് പറയുന്നത് എന്താ? സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് ഫുൾ ആയിട്ട് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഷെയർ പ്രീമിയം എന്ന് എഴുതിയാൽ മതി.
സെക്യൂരിറ്റി പ്രീമിയം എന്ന് എഴുതിയാലും മതി. മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ 5 രൂപ ടോട്ടൽ വാങ്ങണം. 35,000-ന് 5 രൂപ. അതിൽ 35,000-ന് 3 രൂപ മതി നമുക്ക്. എപ്പോഴും ഒറിജിനൽ എമൗണ്ട് എവിടെ കാണിക്കാൻ പാടുള്ളൂ? ഷെയർ ക്യാപിറ്റലിൽ കാണിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഷെയർ ക്യാപിറ്റലിൽ ഡിസ്കൗണ്ടോ പ്രീമിയമോ, ഡിസ്കൗണ്ട് വരില്ല, അത് വേറെ കാര്യം, ഇതൊന്നും കാണിക്കരുത്. ഒറിജിനൽ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സാർ ഒറിജിനൽ 10 അല്ലേ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അലോട്ട്മെന്റിന്റെ മാത്രമല്ലേ, ഇത് അലോട്ട്മെന്റ് സ്റ്റേജ് അല്ലേ, നമ്മൾ മൊത്തത്തിലല്ലോ എഴുതി കാണിക്കണത്. അലോട്ട്മെന്റ് സ്റ്റേജ് അല്ലേ, അലോട്ട്മെന്റിന്റെ ഒറിജിനൽ എത്രയാ? 3 രൂപ ടു സെക്യൂരിറ്റി പ്രീമിയം. അപ്പൊ അത് കഴിഞ്ഞു, ഞാൻ വിളിക്കണു. അപ്പൊ എനിക്ക് എമൗണ്ട് തരും അവര്. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്. മൊത്തം എത്ര രൂപയാ വാങ്ങണേ അലോട്ട്മെന്റിൽ? 5 രൂപ. മക്കളെ, എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതിന്റെ കൂടെയേ സെക്യൂരിറ്റി പ്രീമിയം എഴുതി കാണിക്കാൻ പാടുള്ളൂ. എമൗണ്ട് എല്ലാത്തിലും വരും. ഇപ്പോ 4ാമത്തെ എൻട്രിയിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് എമൗണ്ടിൽ 5 രൂപ വരുന്നുണ്ട്, പ്രീമിയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രീമിയം അവിടെ എഴുതിയിട്ടില്ല. ഞാൻ പറയുന്നത് പ്രീമിയം എന്ന് എഴുതി കാണിക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ എവിടെയാണോ വരുന്നത് അതിന്റെ കൂടെ എഴുതി കാണിക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? അത്രേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് ഏതാ? ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, അതാണല്ലോ ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ അതിന്റെ കൂടെ ഫൈനൽ എന്നുള്ള വേർഡ് ചേർത്തണം, സ്വാഭാവികം. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയല്ലേ? അപ്പൊ 30,000 ഷെയർ എത്രയായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ? 4 രൂപ. അപ്പൊ 1,40,000 രൂപ നമുക്ക് വേണം. ആരെങ്കിലും തരാതെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇല്ല. ആരും അരിയർ ഒന്നും വരുത്തുന്നില്ല, ചോദ്യത്തിൽ പറഞ്ഞിട്ടും ഇല്ല അരിയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, അതേ 1,40,000 രൂപ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്ലിക്കേഷനിൽ പ്രീമിയം ഒന്നും ഇല്ല, അലോട്ട്മെന്റിൽ പ്രീമിയം ഉണ്ട് 2 രൂപ. അപ്പൊ അലോട്ട്മെന്റ് സ്റ്റേജിൽ എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എഴുതി കാണിക്കും. ആൻഡ് ലാസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, നോർമൽ എൻട്രി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്നും കൂടി നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കേട്ടല്ലോ? താങ്ക് യു സോ മച്ച്.